അപ്പോൾ ഒന്നാമതായി റൂഹുൽ ബയാൻ പറയണത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിന്റെ ശരീരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നിന്റെ ജീവിതം വിജയിക്കും. കുറേ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ബിദായത്തുൽ ഹിദായയിൽ പറയുന്നുണ്ട്, കുറേ ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും കഴിയും, കുറേ സ്വലാത്തും ദിക്റും ചൊല്ലാൻ എല്ലാവർക്കും കഴിയും. തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അള്ളാഹു ആ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത് റൂഹുൽ ബയാൻ പറയാണ്, നമ്മുടെ ജീവിതം വിജയിക്കാൻ മോനെ നീ വേണ്ടത് ഇബാദത്തിന്റെ വിഷയത്തിൽ നിനക്ക് നല്ല ജാഗ്രത വേണം. ഇബാദത്ത് ചെയ്യാൻ നല്ല ആവേശം കിട്ടണം. എന്താ അങ്ങനെ പറഞ്ഞാല് രണ്ട് കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു പ്രഭാഷണം കണ്ടിട്ട് മദീനയിൽ എത്തണല്ലേ ഇൻഷാ അല്ലാഹ് കുറച്ച് സലാത്തല്ലണം, അങ്ങനെ ഒരാഴ്ച ഭയങ്കര സലാത്ത്, പിന്നെ ഒന്നുമില്ല. അതിനേക്കാൾ നല്ല ഡെയിലി 10 ആണെങ്കിൽ 10 സ്ഥിരം ചെല്ലുക. അതാ അള്ളാഹുവിന് ഇഷ്ടം. മസ്റൂഖ് റളിയല്ലാഹു ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി അഹബ്ബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അമൽ എന്താ? ഖാലത്ത്, ബുഖാരിൻ്റെ ഹദീസാ. ഖാലത്ത്, മഹദിയുടെ മറുപടി അദ്ദായിം, സ്ഥിരം ചെയ്യുന്നത്. സ്ഥിരം ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടം. നമ്മൾ ചെയ്യുന്ന അമല് പരമാവധി സ്ഥിരം ചെയ്യാൻ നോക്കണം. ആവശ്യമില്ലാത്ത നേർച്ചയൊന്നും നമ്മൾ ആക്കരുത്. കഴിയാത്ത ഒരു റിസ്ക്കും ഏറ്റെടുക്കാൻ ഇസ്ലാം പറയുന്നില്ല. റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് 2 കോടി സലാത്തല്ല ഞാൻ നേർച്ചാക്കി, 1,99,000 ചെല്ലിന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2 ലക്ഷത്തിന് 2 സ്വലാത്ത് കുറവ്, ആ സ്വലാത്ത് ഒഴിവാക്കിയതിൻ്റെ കുറ്റം ഉണ്ടാവില്ലേ? വേണ്ടാത്ത പണിയല്ലേ? മൂലക്കുള്ള മഴ കാലിനെടുത്തിട്ടത് അങ്ങനെ പറഞ്ഞോ അള്ളാഹു? അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹ് പറഞ്ഞോ? ഇല്ല. പ്രസവിക്കപ്പെട്ട കുട്ടീനെ 2000 കിലോമീറ്റർ അപ്പുറമുള്ള അല്ലെങ്കിൽ 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കാമിൽ പോയിട്ട് പേരിടാൻ, അങ്ങനെ ഒരു പേരിടലുണ്ട് നമുക്ക്? അങ്ങനെ നേർച്ചാക്കാൻ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. 110 പോകാതെ 100 തന്നെ വേണ്ട, ഒരു 90 പോകുന്ന ജീവിതം മതി നമുക്ക്, നോർമൽ ലൈഫ്. എന്തെല്ലാം റബ്ബേ ആത്മീയതയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നേ. സാധാരണ മുസ്ലിം ജീവിതത്തെ, കുടുംബ ജീവിതത്തെ തകർത്ത് തരിപ്പണാക്കുന്ന പല ഓൺലൈൻ ഫത്വകളും വന്നുകൊണ്ടിരിക്കുന്ന കാലമായിപ്പോൾ. അത്തരം ഓൺലൈൻ മജ്ലിസുകളിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങന്മാർ സ്ഥിരം ഓൺലൈൻ മജ്ലിസിലാവുക, ദിക്റില്ലുക, സ്വലാത്തില്ലുക, ഭർത്താവിനെ നോക്കണമെന്നില്ല. അതൊന്നുമല്ല. ഭർത്താവിനെ നോക്കുന്നതിനേക്കാൾ വലിയ ഇബാദത്താണോ ഇതൊക്കെ? ആണോ? ഒരു സ്ത്രീയോട് ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം പുരുഷനുള്ള പോലെ തന്നെ നിസ്കാരത്തിൽ. രണ്ടാമത്തെ ചോദ്യം വഅൻ ബഅലിഹാ, നീ ഭർത്താവിനോട് എങ്ങനെ പെരുമാറി. ചിലപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണിൻ്റെ കയ്യിൽ ദലായിൽ ഖൈറാത്ത്, വിർദുൽ ലത്തീഫ്, ഹിസ്ബുൻ നസർ, കുറേ സ്വലാത്തിൻ്റെ ഇടക്കുണ്ടാവും. കല്യാണം കഴിച്ചാൽ ഭർത്താവിൻ്റെ പാൻറ് ഷർട്ടിൽ ഇസ്തിരി ഇട്ടിട്ടുണ്ടായാൽ മതി കേട്ടോ, അത് മതി. അതന്നെയാണ് മുസ്ലിം ജീവിതം. ഖദീജ ഉമ്മ റസൂലുള്ളാഹ്ക്ക് ഫുഡ് എടുത്തിട്ട് മല കയറിയത് 800 അടിയാ. ഇപ്പം പാകിസ്ഥാനികളല്ലേ അതിൻ്റെ സ്റ്റെപ്പും പിടിക്കമ്പിയെല്ലാം ഉണ്ടാക്കിയത്. അന്ന് ഉരുളം കല്ലുകളല്ലേ ആ ഗുഹ കയറിയില്ലേ ഖദീജ ബീവി. അതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. പുതിയ കാല ഒരു തട്ടിപ്പിലും നമ്മൾ പെടാൻ പാടില്ല. ഭർത്താവൊന്ന് ചുമ ഉണ്ടാവുമ്പോൾ നിങ്ങൾ നിസ്കാരക്കുപ്പായി വിട്ടിട്ട് നിസ്കാരത്തിൻ്റെ മുസല്ലയിൽ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ആ ദിക്ർ അവിടെ തൽക്കാലം കട്ട് ചെയ്തിട്ട് ഉടനെ കിച്ചണിൽ പോകുക, ചൂടുവെള്ളം എടുക്കുക, വെള്ളം കൊടുക്കുക. അതാ വേണ്ട. ഭർത്താവിന് ഖിദ്മത്ത് എടുക്കണതിനേക്കാൾ വലിയ ഇബാദത്തുണ്ടോ? ഉണ്ടോ? ഇല്ല. മുസ്ലിം കുടുംബജീവിതം തകർക്കുന്ന ഒരു സംസാരത്തിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം, അത് കുറച്ചാണെങ്കിലും അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും സ്ഥിരം ചെയ്യുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ ഇബാദത്തിൻ്റെ വിഷയത്തിൽ?
ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. എന്താ വിചാരിക്കേണ്ടത്? ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഈ ഇബാദത്ത് കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക എന്ന് ചിന്തിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ബക്കറ്റ് അവിടെ കാണുന്നുണ്ട്, വെള്ളം കോരാനാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഇല്ലല്ലോ, ഇല്ല. സ്വതക്കാണ്. അപ്പോൾ ആ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എന്താ കരുതേണ്ടത്? ഞാൻ ഈ കൊടുക്കുന്ന സ്വതക്കനെ കൊണ്ട് എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ആഖിറത്തിൽ 49 നന്മയും 51 തിന്മയായിട്ട് എന്താ ചെയ്യുക? ഒരു മാർക്ക് എങ്ങനെ കിട്ടും? 50 ആയാലും അല്ല എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടുത്തും അല്ലേ? അപ്പോഴാണ് ഒരു പ്രഭാഷണത്തിൻ്റെ ഇടയിൽ വന്ന ബക്കറ്റിൽ ഇട്ട് കൊടുത്ത ആ സ്വതക്ക അങ്ങോട്ട് നന്മയുടെ തട്ടിലേക്ക് വരുന്നു. അല്ലാ, ആ സ്വതക്കിൻ്റെ പവർ ഉണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത്. ലഅല്ലി ബിഹാ അദ്ഖുലുൽ ജന്ന, ഞാൻ ഈ ചെയ്യുന്ന സ്വതക്ക കൊണ്ടായിരിക്കും ഞാൻ രക്ഷപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് രാത്രി ഉറങ്ങാൻ നേരത്ത് നമുക്ക് ഡൗട്ട് വുളു ഉണ്ടാകും. വുളുവോടുകൂടി ഉറങ്ങൽ സുന്നത്താണല്ലോ. വുളു ഉണ്ടോന്ന് ഇങ്ങനെ ഡൗട്ട്. ഒരു നിലക്കും പറ്റിക്കാൻ ഇബ്ലീസ് ചിലപ്പം വാട്സപ്പിൽ വോയിസ് ഇടും, തണുപ്പല്ലേ മറ്റല്ലേ. ഒരു നിലക്കും കഴിയുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അങ്ങ് കേൾക്കും, എൻ്റെ ഇഷാൻ്റെ വുളു മുറിഞ്ഞോ എങ്ങനെയെങ്കിലും മുറിക്കാണ്ട് അവിടെ തന്നെ വെക്കും, ഇങ്ങനെ അങ്ങ് വെക്കും. അപ്പോൾ നമ്മൾ വുളു എടുക്കാൻ പോകുമ്പോൾ കരുതണ്ടെന്നാണെന്നറിയാം, ഈ വുളു ആയിരിക്കും എന്നെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തുക. ഓരോ അമല് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തോണി കയറിയിട്ട് കപ്പലിലേക്ക് എത്തി. കപ്പലിലേക്ക് കയറാനിരിക്കുമ്പോൾ മഹാൻ പറഞ്ഞു തോണിക്കാരനോട്, ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾ അവിടെ നിന്നല്ലേ വരുന്നത്, അത് നീ നോക്കണ്ടേ, നീ എന്നെ അവിടെ എത്തിക്ക്, എന്നിട്ട് ഉടനെ ഈ കപ്പൽ വിടുന്നതിന് മുമ്പ് എന്നെ. ഉസ്താദ് അവിടെ നിന്ന് തന്നെയല്ലേ വരുന്നത്, പിന്നെ ഒന്നും കൂടി അങ്ങോട്ടേക്ക് എന്തിനാ പോണത്? ഒരു ദിർഹം ഫുള്ള് തരേണ്ടി വരുവേ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സർവീസ് അല്ലേ, സർവീസ് ചാർജ് അല്ലേ, തരാമെന്ന് പറഞ്ഞു. ഫത്തുൽ ബാരിയിലുണ്ട്. അങ്ങനെ പോയി തിരിച്ചു വന്നു, ഒരു ദിർഹം കൊടുത്തു. കപ്പൽ ആരും ചോദിച്ചു, അത് ശരിക്കും നഷ്ടമല്ലേ, ഒരു ദിർഹം എന്തിനാണ്? പോയടത്തേക്ക് തന്നെ ഒന്നും കൂടി പോയത്, ഉള്ളിടത്ത് തന്നെ ഒന്നുകൂടി പോകേണ്ട ആവശ്യമില്ലല്ലോ. അതെ, അത് അവിടുന്ന് ഒരാൾ തുമ്മിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. ഞാനിവിടുന്ന് ഇറമുക്കല്ല പറഞ്ഞ സുന്നത്ത് തന്നെ ശരി, പക്ഷെ ഞാൻ ഇറമുക്കല്ല ഇവിടുന്ന് പറഞ്ഞാൽ അയാൾ കേൾക്കൂല. അയാൾ കേൾക്കുന്ന വിധത്തിന് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞാലുള്ള മെച്ചെന്നാ അറിയാം. അയാൾ എന്നോട് യഹ്ദീക്കുമുല്ലാന്ന് എനിക്ക് ദ്വാരം തരും. ഒരു മുഅ്മിൻ്റെ ലിസാനിലൂടെ, നാവിലൂടെ യഹ്ദീക്കുമുല്ല, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് പറഞ്ഞ് അയാളങ്ങനെ ദുആയിൽ ഇജാബത്തുള്ള ആളെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടില്ലേ. ഒരു ദിർഹം പോയാലെന്ത്? അന്ന് രാത്രി കപ്പലുകാർ ഒരു സൗണ്ട് കേൾക്കുന്നു ആകാശലോകത്തു നിന്നുള്ള അശരീരി. എന്താണെന്നറിയോ? ഇന്ന അബൂദാവൂദ്, ബുദ്ധിമാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ഇസ്തറൽ ജന്ന, സ്വർഗം വാങ്ങിയിട്ടുണ്ട് നാട്ടുകാരെ, ബിദിർഹമിൻ വാഹിദിൻ, ഒരു ദിർഹമുണ്ട്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യം ചെറുതായിട്ട് സുന്നത്തല്ലേ ഉള്ളൂ, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 10 രൂപ കൊടുത്തിട്ട് എന്താ വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് സ്വതക്ക ചെയ്യുമ്പോൾ 25 പിശാചുക്കൾ നമ്മളെ കൈ പിടിച്ചു നോക്കുന്നതാണ്. ഉദാഹരണത്തിന് ഈ ബക്കറ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കീശയ്ക്ക് ഇട്ടപാട് 2000-ൻ്റെ നോട്ടിലാണ് വിരൽ കുടുങ്ങിയതെങ്കിൽ നമ്മൾ തന്നെ ആരോ മരിച്ച മാതിരി എന്താണ് ചെയ്തത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചെല്ലും. 500 കൊടുങ്ങി പകുതി ചെല്ലും, ഇന്നാ ലില്ലാഹ്. എന്നിട്ട് എടുക്കൽ ശരിക്ക് പണ്ട് നിരോധിക്കാൻ മറന്നുപോയൊരു നോട്ടുണ്ട് 10, അത് എടുക്കും, കൊടുക്കും. 10 ഉള്ളുവെങ്കിൽ 10 കൊടുക്കാനേ കഴിവുള്ളൂവെങ്കിൽ അയാൾ അതന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളെപ്പോഴും സ്വതക്കൻ്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ടത് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്താണെന്നറിയാം? ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട സ്ത്രീ വന്നിട്ട് ഒരു ചെറിയ കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വീട്ടിലേക്ക് ഈ കുപ്പിയിൽ കുറച്ച് തേൻ തരാവോ എന്ന് ചോദിച്ചു. ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വലിയ കുപ്പിയിലൊരു തേൻ കൊടുത്തു. ശിഷ്യന്മാർ ഒരു ചെറുതല്ലേ ചോദിച്ചിട്ടുള്ളൂ ഉസ്താദേ. മറുപടി, ആ പെണ്ണിൻ്റെ കഴിവിൻ്റെ പരമാവധി ചോദിച്ചു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി കൊടുത്തു. മുത്തലിബീങ്ങൾ സ്ഥാപനത്തിൻ്റെ ഫെസ്റ്റിന് ഒക്കെ വരും.
കലണ്ടറിൻ്റെ വിൽപ്പനക്കും മറ്റൊക്കെ വരും. ഒക്കെ വരുമ്പോൾ അവർ 50 ഉറുപ്പ്യൻ്റെ റെസിപ്റ്റ് മേലെ വെക്കും, 20 അതിൻ്റെ അടിയിൽ വെക്കും, 10ൻ്റെ താഴെ ഒളിപ്പിച്ച് വെക്കും. നമ്മൾ എത്രയാ 50 ഫെസ്റ്റ്. കുറേ മുത്താലിങ്ങളുടെ പ്രഭാഷണ പ്രസംഗ പരിശീലനം, അവർ ദഅവത്തിൻ്റെ വഴിയിൽ വ്യത്യസ്തങ്ങളായ, അതൊന്നും ചോദിച്ചിട്ടില്ല. എത്ര റെസിപ്റ്റ് ഉള്ള 50, 10ൻ്റെ ഇല്ല. എന്തൊരു കഥ എന്ന് പറയണ്ടേ. അങ്ങനെയല്ല, 250ൻ്റെ മുറിക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം. നാളത്തെ പേരോട് ഉസ്താദുമാർ ഈ മുത്തഅല്ലിമീങ്ങളിൽ നിന്നാണ് വളരേണ്ടത്. വലിയ ഉസ്താദുമാർ വന്നിട്ട് ചോദിച്ചാൽ മാത്രം പിരിവ് കൊടുക്കുന്ന ആജ്യമാർ ഈ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാത്തത്. പറയണ്ട പറഞ്ഞു കേട്ടാ. ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവന കൊടുക്കണം. ഇനി ഇത് ഉള്ളതുകൊണ്ടൊന്നും അല്ല ഈ ഹദീസിൻ്റെ അർത്ഥം ഇങ്ങനെ ആയത്. ഈ പറഞ്ഞ ഹദീസിൻ്റെ എല്ലാം അർത്ഥം നേരത്തെ ഇങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് ധാരാളം ഖൈറാത്തുകൾ ചെയ്യാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ.